വെൽക്കം ബാക്ക് ടു കാൾ മീ ഹോണസ്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NCERT ബുക്സാണ്. ക്ലാസ് 6th 6ാം ക്ലാസ്സിലെ മാത്സ് വിഷയമാണ് ഡിസ്കസ് ചെയ്യുന്നത്. NCERT സിലബസ് ആണ്. മാത്സിലെ 6ാമത്തെ ചാപ്റ്ററും കൂടിയാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേര് പെരിമീറ്റർ ആൻഡ് ദി ഏരിയ എന്നാണ്. ഇവിടെ നമ്മൾ പെരിമീറ്ററും ഏരിയയാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെരിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോളിഗൺ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് സൈഡ്സ്, ഓരോ സൈഡുകളിലുള്ളതിനനുസരിച്ച്, അതായത് സ്ക്വയർ, റെക്റ്റാങ്കിൾ, അല്ലെങ്കിൽ ഹെപ്റ്റഗണ്, പെൻറ്റഗണ്, ഒക്ടഗണ്, അങ്ങനെയുള്ളതൊക്കെയാണ് പോളിഗണിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഈ ഒരു പോളിഗണിൻ്റെ പെരിമീറ്റർ കാണണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ എല്ലാ സൈഡിലും എത്രയെങ്ങാണോ അതിൻ്റെ ലെങ്ത് ഉള്ളത് അതിൻ്റെ സമ്മേഷൻ ചെയ്താൽ മതി, അതല്ലെങ്കിൽ അതൊന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ അതിൻ്റെ പെരിമീറ്ററിൻ്റെ ഉത്തരം കിട്ടും. പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ചുറ്റളവാണ്. ഇനി മനസ്സിലാവാത്ത കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുക. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡും കൂടി ചുറ്റളവ് എത്ര മീറ്റർ ഉണ്ട്, അല്ലെങ്കിൽ അത് ഏത് മീറ്റർ ഡയമെൻഷനിലാണ് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്, സെൻറ്റിമീറ്റർ ആവാം, അതിനനുസരിച്ച് എങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു പോളിഗണെയാണ് എക്സ്പ്രസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ദ പെരിമീറ്റർ ഓഫ് എ പോളിഗൺ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് ആൾ സൈഡ്സ്. പോളിഗൺ എന്ന് പറയുന്നത് പെൻറ്റഗൺ ആവുക, ഹെക്സഗൺ ആവുക. 5 സൈഡാണെങ്കിൽ പെൻറ്റഗൺ ആവും, 6 സൈഡാകുമ്പോൾ അത് ഹെക്സഗൺ ആവും, 7 ആകുമ്പോൾ പെൻറ്റഗൺ. അങ്ങനെ ഡിഫറെൻറ്റ് സൈഡുകൾ കൂടുന്നതിനനുസരിച്ച്, സൈഡുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പോളിഗണിൻ്റെ പേരുകൾക്കും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഒരു ജനറലായിട്ട് നോക്കുകയാണ്, ഒരു പോളിഗൺ കമ്പയർ ചെയ്യുമ്പോൾ ആ പോളിഗണിന് എത്രങ്ങാനും സൈഡുകളുണ്ട് അതിൻ്റെ ലെങ്ത്തിൻ്റെ സമ്മേഷനായിരിക്കും. അതിൽ ലെങ്ത്തുകളും മാറ്റം ഉണ്ടാവും. ഒരേ ലെങ്ത് തന്നെ ആവില്ല എല്ലാ സൈഡിലും ഉണ്ടാവുക, ചിലപ്പോൾ എല്ലാതും ഒരേ ലെങ്ത്തായിട്ടും വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലെങ്ത്തുകളുടെ സമ്മേഷൻ ആയിരിക്കും, എല്ലാ സൈഡിൻ്റെയും ലെങ്ത്തുകളുടെ സമ്മേഷൻ ആയിരിക്കും അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഒരു പോളിഗണെ കമ്പയർ ചെയ്യുമ്പോൾ, റിലേറ്റഡ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്കത് ഈ ഫോർമുലാസ്, ഇങ്ങനെയുള്ള ഫോർമുലാസ് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, അങ്ങനെയുള്ളതൊക്കെ ഒന്ന് വർക്കൗട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങാം കേട്ടോ. റെക്റ്റാങ്കിളാണ് ഫസ്റ്റ് ഉള്ളത്, റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ ആണ് കാണേണ്ടത്. ആദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്, ക്വസ്റ്റ്യൻ റീഡ് ചെയ്യാം. കൺസിഡർ എ റെക്റ്റാങ്കിൾ ABCD whose length and breadth are 12 cm and 8 cm respectively. What is its perimeter? ഇവിടെ നമുക്ക് പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്, റെക്റ്റാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. ABCD എന്നുള്ള പേരുള്ള ഒരു റെക്റ്റാങ്കിൾ, അതിൻ്റെ 4 സൈഡുകളുണ്ട്. ABCD എന്നുള്ള 4 സൈഡുകളുള്ള ഒരു റെക്റ്റാങ്കിൾ ആണ്. ലെങ്ത്ത് 12 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 8 സെൻറ്റിമീറ്ററെന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളോട് പെരിമീറ്റർ ചോദിക്കുകയാണ്, കാണാൻ പറയുകയാണ്. നമുക്കറിയാം ഒരു റെക്റ്റാങ്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ ലെങ്ത് ആയിക്കോട്ടെ ബ്രെഡ്ത്ത് ആയിക്കോട്ടെ. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ 2 ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടാവുമല്ലോ, അത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഇനി ബ്രെഡ്ത്ത് കമ്പയർ ചെയ്യുമ്പോഴോ അത് രണ്ടിൻ്റെയും ലെങ്ത്, അതിൻ്റെ അളവ്, സൈഡിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. നമുക്ക് ആദ്യം തന്നെ അറിയാം അതിൻ്റെ സമ്മേഷൻ ആണെന്ന്. ഏതൊരു പോളിഗണെ റിലേറ്റഡ് ചെയ്യാന്നുണ്ടെങ്കിലും പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് ഇറ്റ്സ് ലെങ്ത് ആണ്. റെക്റ്റാങ്കിളിന് 4 സൈഡാണ് ഉള്ളത്, അപ്പോൾ അതിൻ്റെ 4 സൈഡ്സിൻ്റെ സമ്മേഷൻ ആണ് ചെയ്തേണ്ടത്. ഓക്കെ, അപ്പോൾ ABCD എന്നുള്ള പേർക്ക് നമുക്ക് വിളിക്കാം AB + BC + CD + DA. ഇതാണ് ഇതിൻ്റെ 4 സൈഡ്. ഇതിൻ്റെ ലെങ്ത് ആണ് ഇതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ, അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു കാര്യം കൂടി അറിയാം. ഓപ്പോസിറ്റ് സൈഡ്സ്, റെക്റ്റാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് ലെങ്ത്ത് 12 സെൻറ്റിമീറ്റർ ആണ്, ബ്രെഡ്ത്ത് 8 സെൻറ്റിമീറ്റർ ആണെന്നുള്ളത്. അപ്പം നമുക്ക് അതും പിന്നെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് AB + BC + CD + DA = അതിൻ്റെ പെരിമീറ്റർ ആണെന്നുള്ളത്, അല്ലേ? അപ്പോൾ പെരിമീറ്റർ കാണണമെങ്കിൽ സിമ്പിളായിട്ട് നമുക്കറിയാം. AB എന്ന് പറയുന്ന ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ AB എന്ന് പറഞ്ഞ ആ ഒരു ലെങ്ത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് CD എന്ന് പറഞ്ഞ ആ ഒരു ലെങ്ത്ത് വരുന്നത്. അത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ ADക്ക് പാരലലായിട്ടാണ് BC വരുന്നത്. ആ 2 ലെങ്ത്തോ ബ്രെഡ്ത്തോ അത് രണ്ടും തുല്യമായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? BCക്ക് ബദൽ AB + അതേപോലെ എഴുതാണ്. ആ ഇക്വേഷൻ ഒന്ന് ചേഞ്ചസ് മോഡിഫൈ ചെയ്തിട്ട് എഴുതാണ് AB + BC + CDക്ക് ബദൽ AB തന്നെ എഴുതിക്കൂടെ? ABൻ്റെ ടേംസ്ക്ക് മാറ്റി എഴുതുകയാണ്. അപ്പോൾ CD = AB ആണ്. അപ്പോൾ CDക്ക് ബദൽ AB എന്ന് എഴുതി. AB + DA ഒന്ന് മാറ്റം വരുത്തി, ചേഞ്ചസ് വരുത്തിയിട്ട്, അതല്ലെങ്കിൽ DA = BC ആണ്. അപ്പോൾ BCൻ്റെ ടേംസിക്ക് എഴുതുകയാണ്, ഒന്ന് ചുരുക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ DAക്ക് ബദൽ BC എന്ന് എഴുതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷന് AB 2 ഉണ്ട്, BC 2 ഉണ്ട്. അപ്പോൾ 2 ടൈംസ് ആണ് അല്ലേ? അപ്പോൾ 2 × AB + 2 × BC, 2 ടൈംസ് അല്ലേ ഉള്ളത്? ഇങ്ങനെ എഴുതാം.
ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് പിന്നെയും കിട്ടിയിട്ടുണ്ട് രണ്ടിലും കോമൺ ആണ് എന്നുള്ളത്. എ ബിയിലും ബി സിയിലും 2 കോമൺ ആണ്. 2നെ ഔട്ട് സൈഡ് എടുക്കുക, 2നെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ടോ എ ബി ഉണ്ട് അവിടെ അല്ലേ, എ ബി പ്ലസ് ബി സി, ഇത് രണ്ടും കൂടി സമ്മേഷൻ ചെയ്യുക, ഇത് രണ്ടും കൂടി കൂട്ടുക. എന്നിട്ട് നമുക്ക് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണ് 12 സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത്. ബി സി ബ്രെഡ്ത്ത് 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 2 × 2 അതേപോലെ അല്ലേ, അതങ്ങനെ താഴത്തേക്ക് എടുത്ത് എഴുതുക. എന്നിട്ട് ലെങ്ത്ത് 12 പ്ലസ് ബ്രെഡ്ത്ത് 8, ഇത് രണ്ടും കൂടെയും കൂട്ടുക. 12 8 കൂട്ടുക 20. 20ൻ്റെ ട്വൈസ് ആണ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ 2 ടൈംസ് അല്ലേ. അപ്പോൾ 2 × 20 40 സെൻറ്റിമീറ്റർ. 40 സെൻറ്റിമീറ്റർ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ലെങ്ത്തും ബ്രെഡ്ത്തും വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പെരിമീറ്റർ, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ, അതിൻ്റെ ചുറ്റളവ് 40 സെൻറ്റിമീറ്റർ എന്ന് കിട്ടിയില്ലേ. ഇനി ഇവിടെ ഈ ബോക്സിൽ തന്നിട്ടുള്ളത് വേറൊന്നുമല്ല, നമ്മൾ മുന്നേ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു റെക്റ്റാങ്കിളിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ആൾവേസ് ഈക്വൽ ആയിരിക്കും. എപ്പോഴും അത് ഈക്വൽ ആയിരിക്കും. എ ബി എന്ന് പറയുന്നത് സി ഡി ആയിരിക്കും, എ ഡി എന്ന് പറയുന്നത് ബി സി ആയിരിക്കും. എ ബി പാരലൽ ടു സി ഡി ആണ്. അതല്ലെങ്കിൽ എ ബിൻ്റെ സൈഡ് എത്രയാണോ അതിൻ്റെ ലെങ്ത്ത് വരിക, ആ ഒരു ലെങ്ത്ത് തന്നെ ആയിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെങ്ത്തും വരുന്നുണ്ടാവാം. ഫ്രം ദിസ് എക്സാമ്പിൾ, ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് വേറൊരു രീതിക്ക് എഴുതാം. അതായത് നമുക്കിവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണ്, ചുറ്റളവാണല്ലോ. അപ്പോൾ എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി പ്ലസ് ഡി എ ആണ് അല്ലേ. എ ബി എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണ്, ബി സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രെഡ്ത്ത് ആണ്, അതേപോലെ സി ഡി എന്ന് പറയുന്നത് അതിൻ്റെ വീണ്ടും ഒരു ലെങ്ത് ആണ്, ഡി എന്ന് പറയുന്നത് അതിൻ്റെ ബ്രെഡ്ത്ത് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് പ്ലസ് ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്നുള്ള രീതിക്ക് എഴുതുമ്പോൾ ആ ഒരു പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്തായി? 2 ലെങ്ത് ഇല്ലേ, 2 ബ്രെഡ്ത്ത് ഇല്ലേ, 2നെ ഔട്ട് സൈഡ് എടുക്കുക, 2നെ പുറത്തേക്ക് എടുക്കുക. 2 × ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ആരൊക്കെയാണ് അവിടെ ഉള്ളത്? ലെങ്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട് അല്ലേ. ലെങ്ത്തും ബ്രെഡ്ത്തും അല്ലേ 2 തവണ കൂട്ടണേ. അപ്പോൾ 2 × ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത്, ലെങ്ത്തും ബ്രെഡ്ത്തിൻ്റെയും കൂടി സമ്മേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഇതിൻ്റെ തിയറി ആയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഉത്തരം സെൻറ്റൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് എഴുതാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ട്വൈസ് ദി സം ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഒരു പെരിമീറ്റർ, ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത്തിൻ്റെയും ബ്രെഡ്ത്തിൻ്റെയും 2 മടങ്ങാണ്. അതല്ലെങ്കിൽ ട്വൈസ് ദാറ്റ് ഓഫ് ദി സമ്മേഷൻ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയാണോ ആ തുക ആഡ് ചെയ്യുക, അതിൻ്റെ സമ്മേഷൻ അത് ട്വൈസ്, അത് 2 ഇരട്ടിയാക്കുക. 2 ടൈംസ് ഓഫ് സമ്മേഷൻ ഓഫ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആണ്, അല്ലെങ്കിൽ ട്വൈസ് ദി സം ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. ഒരു പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്നുള്ളത് സെൻറ്റൻസ് ആയിട്ട് എഴുതണം. എന്നിട്ട് അത് ഇക്വേഷൻ എന്നുള്ള രീതിക്ക് എഴുതാം. അതായത് ഇക്വേഷൻ നമുക്കറിയാം, പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 2 ടൈംസ് ആണ്. ആദ്യം തന്നെ 2 എന്ന് എഴുതാം. പെരിമീറ്റർ റെക്റ്റാങ്കിളിന് 4 സൈഡാണുള്ളത്. 4 സൈഡിൽ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വൽ ആകുമ്പോൾ നമുക്ക് അവിടെ 2 സൈഡ് കൺസിഡർ ചെയ്താൽ മതി. ആ 2 സൈഡാണ് ലെങ്ത്തും ബ്രെഡ്ത്തും ഉള്ളത്. പക്ഷേ ഓൾറെഡി 4 സൈഡ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും 2 ടൈംസ് 2 ഇരട്ടിയാക്കിയിട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ചുറ്റളവ് കിട്ടും. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് ട്വൈസ് ദി സം ഓഫ് ഇറ്റ്സ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്. മനസ്സിലായോ? ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ ആണ്. സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണാനുള്ളത്. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിനേക്കാളും സിമ്പിളാണ്. കാരണം എന്താ, അതിൻ്റെ എല്ലാ സൈഡ്സും ഈക്വലാണ്. മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാ സൈഡും ഈക്വൽ ആണെന്നാണ്. പിന്നെ നമുക്ക് ഇവിടെ ബ്രെഡ്ത്ത് കൺസിഡർ ചെയ്യുന്നില്ല, അതായത് ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വലാണ്. അപ്പോൾ ഈ റെക്റ്റാങ്കിൾ തന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാന്നുണ്ടെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വലാണ്. അപ്പോൾ ബ്രെഡ്ത്തിന് ബദൽ ലെങ്ത്ത് തന്നെ എഴുതാം. അപ്പോൾ 2 × L + L എന്ന് എഴുതാം, അല്ലെങ്കിൽ ലെങ്ത്ത് പ്ലസ് ലെങ്ത്ത് എന്ന് എഴുതാം. അപ്പോൾ 2 ലെങ്ത്ത് അവിടെയും കിട്ടി. ഇവിടെ ഓൾറെഡി ഒരു 2 ഉണ്ട്. അപ്പോൾ 2 × 2 ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 4 ലെങ്ത്ത്. ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡല്ലേ, സ്ക്വയറിൻ്റെ ഒരു സൈഡ്, അങ്ങനെയാണുള്ളത്. ഇവിടെ നമുക്ക് കുറച്ച് തിയറി കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും, ജസ്റ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യാം. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സ്ക്വയർ കൺസിഡർ ചെയ്യാണ്. ഇവിടെ ആ സ്ക്വയർ ഒരു ടാപ്പ് എന്നുള്ള രീതിക്ക് ടാപ്പ് വെച്ചിട്ട് നമ്മൾ ബെൻഡ് ചെയ്തിട്ടുണ്ട്. സ്ക്വയറിൻ്റെ ആകൃതിയിലാണ് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് കാണേണ്ടത്. ഇപ്പോൾ ഇതൊരു ടാപ്പാണ്. നമ്മൾ സ്ക്വയറിൻ്റെ രീതിയിൽ 1 മീറ്റർ സൈഡുള്ള സ്ക്വയറിൻ്റെ രീതിയിലാണ് അത് ബെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ എങ്ങനെ കാണുക എന്ന് വെച്ചാൽ സം ഓഫ് ദ ലെങ്ത് ഓഫ് ആൾ 4 സൈഡ്സ് ഓഫ് ഇറ്റ്സ് സ്ക്വയർ. ആ ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും 4 സൈഡാണുള്ളത്. 4 സൈഡിൻ്റെ സമ്മേഷൻ ചെയ്താൽ മതി. ഒരു സൈഡ് 1 മീറ്റർ ആണെന്നുണ്ടെങ്കിൽ 4 സൈഡ് 1 മീറ്റർ + 1 മീറ്റർ + 1 മീറ്റർ + 1 മീറ്റർ + 1 മീറ്റർ, അങ്ങനെ 4 തവണ കൂട്ടുക. അപ്പോൾ 4 മീറ്റർ എന്ന് കിട്ടും. അതേപോലെ തന്നെ we know that all 4 sides of a square are equal in length. നമുക്ക് അറിയുന്നതാണ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 സൈഡുകളും
ഈക്വൽ ആയിരിക്കും, അതിൻ്റെ ലെങ്ത്ത് ഒരു ചേഞ്ചസും വരില്ല. സ്ക്വയർ എന്ന് പറഞ്ഞാൽ